കർത്താവിന്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങളോടൊപ്പം എനിക്കുമായിരിക്കാൻ കർത്താവ് തന്ന ഈ വലിയ അവസരത്തിനായി ഞാൻ ദൈവത്തെ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഈ അവസരം ഒരുക്കി തന്ന ക്രിസ്ത്യ സഹോദരിയിലെ എല്ലാ ചുമതലപ്പെട്ട സഹോദരിമാരെയും ഈ സന്ദർഭത്തിൽ ഞാൻ നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു, അവരെ ഓർത്ത്. നമ്മൾ വളരെ ഒരു അനുഗ്രഹിക്കപ്പെട്ട പ്രോഗ്രാമാണ് നമ്മളിപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. കർത്താവ് എത്ര നല്ല താലന്തുകളാണ് നമ്മുടെ സഹോദരിമാർക്ക് തന്നിട്ടുള്ളത്. അതോർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമും കർത്താവ് ഒരുക്കി തന്നു. അതിനായി ഞാൻ ദൈവത്തെ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ കർത്താവിന്റെ വചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ എനിക്ക് തന്നിട്ടുള്ള ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് നമ്മുടെ ടാലൻസിനെ കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി നമ്മുടെ ടാലന്റുകളെ എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെ കുറിച്ച് നമുക്ക് അല്പമായിട്ട് ചിന്തിക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ടാലൻസും ആത്മീയ വരങ്ങൾ, കൃപാവരങ്ങൾ, അതും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് രണ്ടും വ്യത്യസ്ത കാര്യങ്ങളാണ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഡിഫറൻഷിയേറ്റ് ടാലൻസ് ഫ്രം സ്പിരിച്വൽ ഗിഫ്റ്റ്സ്. സ്പിരിച്വൽ ഗിഫ്റ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു രക്ഷിക്കപ്പെടുന്ന വ്യക്തിക്ക് കർത്താവ് പരിശുദ്ധ ആത്മാവിനാൽ രക്ഷിക്കപ്പെടുന്ന ഓരോ വ്യക്തിക്കും കർത്താവ് നൽകുന്നതാണ് സ്പിരിച്വൽ ഗിഫ്റ്റ്സ്. പക്ഷെ ടാലൻസ് എന്ന് പറയുമ്പോൾ ടാലൻസ് അത് എല്ലാവർക്കും ഒരുപോലെ ഉള്ളതാണ്. ടാലൻസ് എല്ലാ മനുഷ്യർക്കും, അതും കർത്താവാണ് തരുന്നത്. ലോക മനുഷ്യർക്കായാലും എല്ലാ മനുഷ്യർക്കും കിട്ടുന്നതാണ്, ഉള്ളതാണ് ടാലന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ എല്ലാ മനുഷ്യർക്കും പാടാനായാലും പെയിന്റിങ് വരയ്ക്കുന്നതായാലും എഴുതാനുള്ള കഴിവ്, അങ്ങനെ എല്ലാ മനുഷ്യർക്കും കഴിവുകൾ കർത്താവ് തന്നിട്ടുണ്ട്. പക്ഷെ ദൈവമക്കൾക്ക് രക്ഷിക്കപ്പെടുമ്പോൾ, നമ്മുടെ കുഞ്ഞുങ്ങൾക്കായാലും അവർക്ക് കഴിവുകളുണ്ടല്ലോ. അവർ രക്ഷിക്കപ്പെട്ടില്ലെങ്കിലും അവർക്ക് താലന്തുകളുണ്ട്. പക്ഷെ രക്ഷിക്കപ്പെടുമ്പോൾ കർത്താവിന്റെ സഭയുടെ വളർച്ചയ്ക്കായി, സഭയുടെ എഡിഫിക്കേഷൻ ഓഫ് ദ ചർച്ച്, God gives special spiritual gifts to people. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ പക്ഷേ ഇത് നമുക്ക് ഇൻഹെറിറ്റൻസ് ആയിട്ട് കിട്ടുന്നതാണ് ടാലൻസ്. ഇൻബോൺ ടാലൻസ് ആയിട്ട് കിട്ടുന്നതാണ് ടാലൻസ്. പക്ഷെ മറ്റേത് ആത്മീയ വരങ്ങൾ എന്ന് പറയുന്നത്, സ്പിരിച്വൽ ഗിഫ്റ്റ്സ് എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ടതിന് ശേഷം നമുക്ക് കിട്ടുന്നതാണ്. മറ്റേ ടാലൻസ് എന്ന് പറയുന്നത് ആർക്ക് വേണേലും ഉള്ളതാണ്. പക്ഷേ സ്പിരിച്വൽ ഗിഫ്റ്റ്സ് ഇസ് ഓൺലി ഫോർ ബിലീവേഴ്സ്, ബോൺ അഗെയിൻ ബിലീവേഴ്സ്. പക്ഷേ ഇതെല്ലാം നമ്മൾ കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി പ്രയോജനപ്പെടുത്തണം എന്നുള്ളതാണ്. അപ്പൊ ആദ്യം വി ഹാവ് ടു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ. അപ്പം 1 Corinthians chapter 12 റോമൻസ് chapter 12 verse 3 അതിലൊന്നും നമുക്ക് ആത്മീയ വരങ്ങളെ കുറിച്ചും കൃപാവരങ്ങളെ കുറിച്ചും നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ നമുക്ക് അതൊന്നും സമയമില്ലാത്തല്ലോ. പിന്നെ നമ്മുടെ വിഷയം ഇപ്പോൾ താലന്തുകൾ എന്നാണല്ലോ. അപ്പൊ താലന്തുകളെ കുറിച്ച് നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ആദ്യമായിട്ട് താലന്തുകളെ നമുക്ക് ആദ്യം ഡിഫറൻഷിയേറ്റ് ചെയ്തല്ലോ, താലന്ത് എന്താണ്, സ്പിരിച്വൽ ഗിഫ്റ്റ് എന്താണെന്നുള്ളത്. അടുത്തത് നമ്മുടെ ടാലന്റുകളെ നമ്മൾ ഡിസ്കവർ ചെയ്യണം, കണ്ടെത്തണം നമ്മുടെ താലന്തുകൾ എന്തൊക്കെയാണെന്ന്. പലർക്കും അറിയത്തില്ല അവർക്ക് എന്തൊക്കെ ടാലൻസ് ഉണ്ടെന്ന്, പലർക്കും അറിയത്തില്ല. അത് എത്രയോ ഇനിയും ഒത്തിരി സഹോദരിമാർ നമ്മുടെ ഗ്രൂപ്പിലായാലും ഒത്തിരി സഹോദരിമാർ അവിടെ ഉണ്ട്. അവരുടെ താലന്തുകൾ അവർക്ക് തന്നെ അറിയാൻ വയ്യാത്തവരായി. പക്ഷെ നമ്മുടെ താലന്തുകളെ നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. എന്ന് വെച്ചാൽ താലന്തുകൾ ഇല്ലാത്തവരായി ആരും ഇല്ല. കർത്താവ് ഉപമ പറഞ്ഞത് 5 താലന്ത്, 2 താലന്ത്, 1 താലന്ത്. കർത്താവ് ഓരോരുത്തർക്ക് താലന്തിന്റെ ഉപമ കുറിച്ച് പറയുമ്പോൾ ഒരു യജമാനൻ അങ്ങനെ കൊടുത്തേച്ച് പോകുന്നതായിട്ടും തിരിച്ചു വരുമ്പോൾ അതിനെക്കുറിച്ച് റിക്വയർ ചെയ്യുന്നതായിട്ടും നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അപ്പൊ കിട്ടാത്തവരായിട്ട് ആരും തന്നെ ഇല്ല, എല്ലാവർക്കും താലന്തുകൾ തന്നിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ കാണുമ്പോൾ അയ്യോ അവർക്ക് എത്ര താലന്തുകളല്ലേ, അവർക്ക് എത്ര കഴിവുകളല്ലേ, എനിക്കാണെങ്കിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞ് നമ്മൾ പലപ്പോഴും നമ്മുടെ താലന്തുകളെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ ഫസ്റ്റ് ആദ്യം ചെയ്യേണ്ടത് എന്താ, നമ്മുടെ താലന്തുകൾ എന്താണ് നമ്മൾ ഡിസ്കവർ ചെയ്യണം, കണ്ടെത്തണം. അതെങ്ങനെ കണ്ടെത്താം? സെൽഫ് ഇവാലുവേഷൻ, സ്വയം നമുക്ക് വിലയിരുത്തണം. നമുക്ക് എന്തൊക്കെ താലന്ത് ഉണ്ട് എന്നുള്ളത് നമുക്ക് സ്വയം ഒന്ന് വിലയിരുത്താം. രണ്ടാമത് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ എനിക്ക് എന്തൊക്കെ താലന്തുകൾ തന്നിട്ടുണ്ട്, അത് ഞാൻ കുഴിച്ചു വെക്കാൻ പാടില്ലല്ലോ. നമ്മൾ ഒരു താലന്ത് നമുക്ക് കിട്ടിയുന്ന ഒരു താലന്തെങ്കിലും അത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കുഴിച്ചു വെക്കാൻ പാടില്ല. അത് കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി നമ്മൾ പ്രയോജനപ്പെടുത്തണം. അപ്പൊ നമുക്ക് പ്രാർത്ഥിച്ച്, കർത്താവേ എനിക്ക് എന്താണ് കർത്താവ് ടാലന്റ് തന്നിരിക്കുന്നത്, അത് ഞാൻ കർത്താവിന്റെ നാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ എനിക്കത് വെളിപ്പെടുത്തി കാണിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ നമുക്ക് നമ്മുടെ താലന്തുകളെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. പിന്നെ മൂന്നാമത്തെ കാര്യം, മറ്റവരിലൂടെ
മറ്റുള്ളവരിലൂടെ നമുക്കും നമ്മുടെ താലന്തുകളെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മൾ ഈ ഗ്രൂപ്പില് നമുക്ക് ഒരുവിധം അറിയാലോ ആർക്കൊക്കെ പാടാൻ കഴിവുണ്ട്, ആർക്കൊക്കെ കവിത പറയാൻ കഴിവുണ്ട്, ആർക്കൊക്കെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്, ആർക്കൊക്കെ ഓർഗനൈസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അങ്ങനെ പല കഴിവുകളെ നമുക്ക് ഇപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ? അതുപോലെ മറ്റുള്ളവരിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ, മറ്റുള്ളവർ നമുക്ക് പറയുന്നതിൽ മുഖാന്തരവും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എന്ത് ചെയ്യണം? പ്രോത്സാഹിപ്പിക്കണം. അപ്പൊ അവർക്ക് ആ ടാലന്റ് ഉണ്ടെന്നുള്ളത് അവർക്ക് തന്നെ മനസ്സിലാക്കാൻ ഇടയായിത്തീരും. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ടാലൻസിനെ നമ്മൾ ഡിസ്കവർ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ടാലൻസ് എങ്ങനെ നമുക്ക് ടാലന്റ് എങ്ങനെ ഉള്ളെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അത് വളരെ അത്യാവശ്യമാണ്. അടുത്തത്, നമ്മൾ കണ്ടുപിടിച്ചാൽ പോരാ. ഇപ്പൊ നമ്മുടെ ടാലന്റ് എന്താന്ന് നമുക്ക് കണ്ടുപിടിച്ചെന്ന് വെച്ചോ, അടുത്ത കാര്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുമോ? ആ ടാലന്റിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. നമ്പർ 3, ഡെവലപ്പ് യുവർ ടാലൻസ്, ഗോഡ് ഗിവൻ ടാലൻസ്. മൂന്നാമത്തെ കാര്യം, നമ്മുടെ ടാലന്റിനെ നാം എന്ത് ചെയ്യണം? ഡെവലപ്പ് ചെയ്യണം. ഇപ്പൊ സപ്പോസ് നമുക്ക് പാടാൻ കഴിവുണ്ട്, അല്ലെങ്കിൽ നമുക്ക് നല്ലപോലെ സംസാരിക്കാനായിട്ട് കഴിവുണ്ട്, അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ടാലന്റിനെ ഡെവലപ്പ് ചെയ്യണം. ഏത് ടാലന്റും ഉപയോഗിക്കാതിരുന്നാൽ അത് ഉപയോഗശൂന്യമായി തീരും അല്ലെ? ഏതൊരു സാധനം ആയിക്കൊള്ളട്ടെ, നമ്മൾ അത് ഉപയോഗിച്ചില്ലെങ്കിൽ എന്തുവാകും? അത് വേസ്റ്റ് ആയി തുരുപിടിച്ചു പോകും. അതുപോലെ നമ്മുടെ ടാലന്റുകളെ നമ്മൾ എന്ത് ചെയ്യണം? ഉപയോഗിക്കണം. അത് എങ്ങനെ ഉപയോഗിക്കാം? അത് നമുക്ക് പ്രാർത്ഥനയിലൂടെ, കർത്താവേ എന്റെ ടാലന്റുകളെ ഉപയോഗിക്കുവാൻ എനിക്ക് സഹായിക്കണേ, എനിക്ക് കൃപ തരണമേ എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാം? നമ്മുടെ ടാലന്റുകളെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കാം. അതിന് എന്തൊക്കെ നമുക്ക് ആവശ്യമുണ്ട് അതിനനുസരിച്ച് നമുക്ക് പ്രാർത്ഥനയിൽ നമ്മൾ കർത്താവിനോട് ചോദിക്കാം. കർത്താവെ എനിക്ക് തന്ന ടാലന്റുകളെ ഡെവലപ്പ് ചെയ്യാൻ എനിക്ക് കഴിവ് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ പ്രാക്ടീസിങ്ങിലൂടെയും നമ്മുടെ ടാലന്റുകളെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് പാടാൻ കഴിവുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? പുതിയ പുതിയ പാട്ടുകൾ പഠിക്കാം. അല്ലെങ്കിൽ ഒത്തിരി പഴയ പാട്ട്, ആരും പാടാത്ത പാട്ടുകൾ നമുക്ക് അടുത്ത ജനറേഷന് വേണ്ടി പഠിപ്പിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ അതുപോലെ പാടാൻ കഴിവായിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കണം അല്ലേ? പാടുന്നവർക്ക് വളരെ സൂക്ഷിക്കണം, വളരെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതൊക്കെ ശ്രദ്ധിച്ച് നമ്മുടെ കഴിവുകളെ ഡെവലപ്പ് ചെയ്യാനായിട്ട്. എന്തിനാ? ഓൺലി ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ്. നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായിട്ടാണ് എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറക്കരുത്. അപ്പൊ നമ്മുടെ ടാലന്റിനെ നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ടാലന്റുകളെ നമ്മൾ വർദ്ധിപ്പിക്കണം. നമുക്ക് ഇതുപോലെ പ്ലാറ്റ്ഫോം ഒക്കെയും കർത്താവ് തന്നിട്ടുണ്ട്. ഇതിലൂടെയും എത്ര സഹോദരിമാരുടെ ടാലന്റ്സ് ഇന്ന് വെളിയിൽ വന്നല്ലേ? അതുപോലെ നമുക്ക് ഇതുപോലെ ടാലന്റുകളെ നമ്മൾ കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി നമ്മൾ പ്രയോജനപ്പെടുത്തുമ്പോൾ അത് കർത്താവിന്റെ നാമം അവിടെ മഹത്വപ്പെടും. അപ്പൊ നമ്മുടെ ടാലന്റുകളെ നാം എന്ത് ചെയ്യണം? ഡെവലപ്പ് ചെയ്യണം. അത് കുഴിച്ചിടരുത്, അത് ഉപയോഗിക്കാതെ ഇരിക്കരുത്, അതിനെ വളർത്തണം. അതാണ് അതിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം അതിനെ എൻകറേജ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? ആ ടാലന്റുകളെ കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി നമ്മൾ വളർത്തണം. അപ്പോൾ അത് വർദ്ധിപ്പിക്കും. ഉള്ളവന് ഇനിയും കൊടുക്കപ്പെടും. ഇല്ലാത്തവന് എന്ത് ചെയ്യും? ഉള്ളത് എന്ത് ചെയ്യും? അവന്റെ അടുത്ത് നിന്ന് നമ്മൾ എടുക്കും. അതല്ലേ നമ്മൾ മത്തായി 25-ാം അധ്യായത്തിൽ ആ പാരബിൾസിന്റെ സ്റ്റോറി നമ്മൾ വായിക്കുമ്പോൾ 14 തൊട്ട് 30 വരെ നമുക്ക് താഴോട്ട് ആ വായിക്കുമ്പോൾ എന്ത് ചെയ്യും? ഉള്ളവൻ എവനും ഇനിയും കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ ടാലന്റുകളെ നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് കർത്താവ് നമുക്ക് ഇനിയും ഉത്തരവാദിത്തങ്ങളെ നൽകിക്കൊണ്ടിരിക്കും. ഇനിയും ഗോഡ് വിൽ ഗിവ് us more opportunities to be used for his glory. പക്ഷെ നമ്മൾ ഉള്ള ടാലന്റ് നമ്മൾ കുഴിച്ചു വെച്ചിട്ട് ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നമുക്ക് ഡെവലപ്പ് ചെയ്യാനും പറ്റത്തില്ല, കർത്താവിന് വേണ്ടി ഉപയോഗിക്കാനും പറ്റത്തില്ല. അത് കഴിഞ്ഞ് 4-ാമത്തെ കാര്യം നമ്മൾ കാണുന്നത് ഡെഡിക്കേറ്റ് യുവർ ടാലന്റ്സ്. നമുക്ക് ടാലന്റ് കർത്താവ് തന്നിട്ടുണ്ട്. അത് നമ്മൾ ആദ്യം ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ടാലന്റ് എന്താണ്, സ്പിരിച്വൽ ഗിഫ്റ്റ് എന്താണെന്ന്. രണ്ടാമത് നമ്മൾ ഡിസ്കവർ ചെയ്തു നമ്മുടെ ടാലന്റ്. ഓരോരുത്തർക്കും പേഴ്സണലായിട്ട് കർത്താവ് എന്ത് ടാലന്റാണ് തന്നിരിക്കുന്നത് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞു, ഡിസ്കവർ ചെയ്ത് കഴിഞ്ഞു. അടുത്ത് നമ്മൾ കണ്ടുപിടിച്ച ടാലന്റുകളെ, നമ്മളിലുള്ള ടാലന്റുകളെ നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം അതിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിന്റെ സ്ഥലത്ത് നമ്മളെ ഡെഡിക്കേറ്റ് ചെയ്യണം. ഈ ടാലന്റുകളൊക്കെ ഇല്ലയോ നമ്മുടെ സ്വന്തം കഴിവിൽ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും എന്തുവാകും? ഫെയിലിയർ ആയിത്തീരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കണം. കർത്താവ്, എന്റെ ടാലന്റ് ഞാൻ കർത്താവിന്റെ നാമത്തിന് മഹത്വത്തിനായി പ്രയോജനപ്പെടുത്താൻ എന്നെ സഹായിക്കണമേ എന്ന് വെച്ചാല് ഈ ലോക മനുഷ്യർ അവരുടെ ടാലന്റുകളെ എന്തിനാ പ്രയോജനപ്പെടുത്തുന്നത്? അവരുടെ ഗ്ലോറിക്കായി. എന്റെ പേര് എല്ലാവരും അറിയണം, എന്റെ പേര് എല്ലാവരും അറിയണം, എന്റെ പേര് ഞാൻ എനിക്ക് പേര് കിട്ടണം, എനിക്ക് എല്ലാവരും ഞാൻ ഒത്തിരി ഫേമസ് ആകണം. അങ്ങനെ അവരുടെ ഗ്ലോറിക്ക് വേണ്ടിയാ അവരുടെ ടാലന്റ്സിനെ ഈ ലോക മനുഷ്യർ ഉപയോഗിക്കുന്നു.
അവർക്കും താലന്ത് തന്നത് ആരാണ്? ദൈവമാണ്. പക്ഷെ അവർ തന്ന ദൈവത്തെ മറന്നുകൊണ്ട് അവരുടെ സ്വന്തം കഴിവിൽ അവർ ആശ്രയിക്കുക. പക്ഷെ നമ്മൾ അങ്ങനല്ല. നമ്മൾ എന്ത് ചെയ്യണം? കർത്താവാണ് നമുക്ക് തന്നത്. കർത്താവെ, അവിടുന്ന് ഞങ്ങൾക്ക് തന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒന്നുമില്ല. അപ്പോൾ കർത്താവ് എനിക്ക് തന്ന ഗിഫ്റ്റ് ഞാൻ എന്ത് ചെയ്യും? കർത്താവിന്റെ നാമത്തിന് മഹത്വത്തിനായി മാത്രം പ്രയോജനപ്പെടുത്തും എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ ഗിഫ്റ്റിനെ നമ്മൾ കർത്താവിന് സമർപ്പിക്കണം. കർത്താവിന്റെ സന്നിധിയിൽ ദൈവത്തിനായി നമുക്ക് സമർപ്പിക്കുമ്പോൾ ദൈവ മഹത്വത്തിനായി നമുക്ക് അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ദൈവനാമത്തിന്റെ മഹത്വത്തിനായി മാത്രം നാം ഉപയോഗിക്കണം. നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് പാടാൻ കഴിവുണ്ടെന്നുണ്ടെങ്കിലും എല്ലാ സ്കൂളിലും പല കാര്യങ്ങൾ, പല വിശ്വാസികളുടെ കുഞ്ഞുങ്ങളെ പോലും ഞാൻ കണ്ടിട്ടുണ്ട്. സ്കൂളിലെ അവര് വേറെ പാട്ടുകളൊക്കെയും പാടാനും വേറെ കാര്യങ്ങളിൽ അവര് ലോക മനുഷ്യരെ പോലെ തന്നെ ആകുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനല്ല പ്രിയമുള്ളവരെ, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമുക്ക് കർത്താവ് തന്നിട്ടുള്ള താലന്തുകൾ, വി ഹാവ് ടു യൂസ് ഇറ്റ് ഫോർ ഹിസ് ഗ്ലോറി അലോൺ. കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനല്ലാതെ നമ്മൾ വേറെ ഒന്നിനും നമ്മുടെ കഴിവുകളെ ഉപയോഗിക്കാൻ പാടില്ല. മാത്രമല്ല, ഈ കഴിവുകളെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. നമ്മൾ താഴ്മയോടെ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിച്ച് ഏത് കഴിവും നമ്മുടെ പ്രയോജനത്തിനല്ല, ഇറ്റ് ഈസ് ഫോർ ദ എഡിഫിക്കേഷൻ ഓഫ് അതേഴ്സ്, മറ്റുള്ളവരുടെ ആത്മീയ വർധനയ്ക്കും കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായിട്ടാണ് നമ്മുടെ ടാലന്റ്സിനെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. അൾട്ടിമേറ്റ് ഗോൾ ഇസ് ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ്. അപ്പൊ അതിന് കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ ഡെഡിക്കേറ്റ് ചെയ്യുമ്പോൾ, കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ കർത്താവിന്റെ നാമം അവിടെ മഹത്വപ്പെടുവാൻ ഇടയായി തീരും. അതുകൊണ്ട് നമ്മുടെ ടാലന്റ്സിനെ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് ഉപയോഗിക്കാം. വളരെ താഴ്മയോടെ, വളരെ പ്രാർത്ഥനയോടെ നമ്മുടെ ടാലന്റുകളെ നമ്മൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്താം. ഇതേ പറ്റിയതാണ്. നമ്മൾ കെയർഫുൾ ആയിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മുടെ വീഴ്ചയ്ക്ക് അത് കാരണമായി തീരും. നമുക്ക് ചിലപ്പം പ്രൈഡ്നെസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. നല്ല കഴിവുണ്ട് നമ്മൾ മറ്റുള്ളവർ നമ്മെ കുറിച്ച് പറയുമ്പോൾ. അപ്പൊ നമ്മുടെ താലന്തുകളെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ താഴ്മയോടെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് അത് പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ അത് നമ്മുടെ വീഴ്ചയ്ക്ക് കാരണമായി തീരും. അപ്പൊ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ താലന്തുകളെ കർത്താവിന്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി മാത്രം ഞാൻ എന്റെ താലന്തുകളെ ഉപയോഗിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ താലന്തുകളെ നമുക്ക് കണ്ടുപിടിക്കാം. നമ്മുടെ താലന്തുകളെ നമുക്ക് ഡെവലപ്പ് ചെയ്യാം. എന്തിനാ? കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായിട്ട്. എന്തിനാണ്? കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് ഉപയോഗപ്പെടുത്താൻ നമ്മുടെ താലന്തുകളെ നമുക്ക് നമ്മുടെ മറഞ്ഞിരിക്കുന്ന താലന്തുകളെ നമുക്ക് വെളിയിൽ കൊണ്ടുവരാം, നമുക്ക് കണ്ടുപിടിക്കാം, അത് ഡെവലപ്പ് ചെയ്യാം. എന്തിനാണ്? അൾട്ടിമേറ്റ് എയിം ഇസ് ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ്. ഇതുപോലെ ഒരു പ്ലാറ്റ്ഫോം നമുക്കുണ്ട്. എത്രയോ സഹോദരിമാരുടെ എത്രയോ നല്ല നല്ല കഴിവുകളെ വെളിയിൽ കൊണ്ടുവരുവാൻ കർത്താവ് ഈ പ്ലാറ്റ്ഫോം മുഖാന്തരം നമ്മെ സഹായിക്കുന്നുണ്ട്. അതുപോലെ കർത്താവ് വരും ദിവസങ്ങളിൽ നമ്മെ സഹായിക്കട്ടെ. ഇനിയും കർത്താവിന് വേണ്ടി നമ്മൾ കൂടുതലായി പ്രകാശിപ്പാൻ, മറ്റുള്ളവരുടെ അതുപോലെ നമ്മുടെ സുവിശേഷം അറിയിക്കാനും നമ്മുടെ താലന്തുകളെ നമുക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും. എത്രയോ അവിശ്വാസികൾ, നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ സ്കൂളിൽ നമ്മുടെ കൂടെ പഠിച്ച ഫ്രണ്ട്സിനോടൊക്കെയും ആ സമയത്ത് നമുക്കൊരു പക്ഷേ സുവിശേഷം അറിയിക്കാൻ പറ്റിയില്ലെന്ന് വന്നിരിക്കാം. ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് എല്ലാവരോടും അറിയിച്ചു കാണത്തില്ല. പക്ഷെ ഇപ്പോൾ അവരെയൊക്കെയും നമ്മുടെ കയ്യിലുണ്ട്. അവരൊക്കെ ഇപ്പൊ എവിടാ? നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഈ സാധനം അല്ലേ, അവരെയൊക്കെ കർത്താവ് നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്, നമ്മുടെ കയ്യിൽ. അപ്പോൾ അവരെ നമ്മൾ എന്ത് ചെയ്യണം? ഈ മീഡിയയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ അവരോട് നമുക്ക് സുവിശേഷം അറിയിക്കാനായിട്ട് സാധിക്കും. പല മാധ്യമങ്ങളിൽ കൂടെ, പല രീതിയിൽ കൂടെ, പാട്ടാണെങ്കിൽ പാട്ട്, അല്ലെ ഈ ഡിജിറ്റൽ ട്രാക്സ് ഉണ്ട്, പല വിഷയങ്ങൾ, ലിറ്ററേച്ചർ മിനിസ്ട്രി, സോഷ്യൽ മീഡിയയിലൂടെ പല വിധങ്ങളിൽ നമുക്ക് സുവിശേഷം അറിയിക്കാനും നമ്മുടെ താലന്തുകളെ പ്രയോജനപ്പെടുത്താം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അവന്റെ വിലയേറിയ നാമം ഇന്നുമെന്നും മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.